വി ആർ പെന്തക്കോസ്റ്റൽസ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിൽ അഭിമാനമുണ്ട്? ആമേൻ. പെന്തക്കോസ്തുകാരായി അഭിമാനിക്കുകയല്ല, പെന്തക്കോസ്ത് അനുഭവത്തിൽ ആമേൻ ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവുമായ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കേണ്ടതിൻ്റെ ഔന്നത്യത്തോടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് വചനത്തോട് ചേർന്ന് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതിന് ഏറ്റവും ഉത്തമ മാതൃകയായി ദൈവത്തിൻ്റെ വചനം നമ്മളോട് അരുളി ചെയ്യുന്ന ആമേൻ വാക്യം, ഹല്ലേലൂയ, പെന്തക്കോസ്തു നാളിൽ ആമേൻ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വിലപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ശിഷ്യന്മാർ കർത്താവിൻ്റെ വാഗ്ദത്തം കേട്ട് അനുസരിച്ച് ആമേൻ അവർ ഒരിടത്ത് കൂടി ആമേൻ ഒരുമിച്ച് ഐക്യതയിൽ ഒരുമിച്ചിരുന്നപ്പോൾ അവിടേക്ക് ഇറങ്ങി വന്ന ആത്മശക്തി അതവരെ നിറച്ചു. ഈ അനുഭവം പോലെ മറ്റൊരനുഭവം ഈ ലോകത്തില്ല. ഇതൊരാത്മീയ അനുഭവമാണ്. ഹല്ലേലൂയ. സാധാരണ ഒരു ആമേൻ പേരിന് പെന്തക്കോസ്തുകാരനായി ജീവിക്കാനല്ല, ആത്മീയ അനുഭവത്തിൽ ആത്മാവ് നിറഞ്ഞ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് അതിൻ്റെ മധുരിമ തിരിച്ചറിഞ്ഞ് അതിനെ അനുദിനം ടേസ്റ്റ് ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് സിയോൻ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു തീർത്ഥാടക സംഘം ഈ ലോകത്തുണ്ട്. അവർ ന്യൂനപക്ഷമായിരിക്കാം, പക്ഷേ ദൈവത്തിന് പ്രിയപ്പെട്ട അവൻ്റെ സ്വന്തം ജനം, രാജകീയ പുരോഹിതവർഗം, ആമേൻ, വിശുദ്ധ ജാതി. ഹല്ലേലൂയ. ആമേൻ. എത്ര പദവികളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഏറ്റവും അനുഗ്രഹകരമായ ഒരു പദവിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ. കർത്താവിൻ്റെ ശിഷ്യൻ, ആമേൻ, ഡിസൈപ്പിൾഷിപ്പ്. മനോഹരമായ ഒരു ശിഷ്യനാകാതെ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ ആഴമായി പറ്റില്ല. ക്രിസ്തുവിൻ്റെ പാതയിൽ നടക്കണമെങ്കിൽ ആ മഹാഗുരുവിനെ അനുകരിക്കാനും അവൻ്റെ സ്വഭാവത്തിലേക്ക് വളരാതെ ഒരു ക്രിസ്ത്യാനി എന്ന പേരിന് നമ്മൾ അർഹരേ അല്ല. ക്രിസ്തുവിൻ്റെ അനുയായി, ക്രിസ്ത്യാനി എന്ന ലോകം നമ്മളെ വിളിക്കുന്നില്ലയോ? ക്രിസ്ത്യാനിയ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആമേൻ. നമ്മുടെ മനസ്സിൻ്റെ സകല ഭാവങ്ങളെയും ത്യജിക്കണം. ആമേൻ. മനസ്സ് ക്രിസ്തുവിനോട് അനുരൂപപ്പെടണം. ആമേൻ. നമ്മുടെ ജീവിതം ക്രിസ്തു സ്വഭാവത്തോട് അനുരൂപപ്പെടണം. ക്രിസ്തുവിന് വേണ്ടി സകലതും ത്യജിച്ച് ജീവിക്കുന്ന ഒരു ആത്മീയ അനുഭവം, അതാ ക്രിസ്ത്യാനി. അല്ലാതെ ചുമ്മാതെ നമ്മൾ പേര് പറയാം ക്രിസ്ത്യാനി എന്ന്, പക്ഷേ അതിന് എന്ത് കാണും? മണം കാണത്തില്ല, ഗുണം കാണത്തില്ല, ഫ്രാഗ്രൻസ്. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന നമ്മളിൽ നിന്ന് പടർത്തണം. ഈ ലോകം അതറിയണം. അല്ലെങ്കിൽ എന്താ ക്രിസ്ത്യാനി? ക്രിസ്തുവിനെക്കുറിച്ച്, നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിനൊരു സൗരഭ്യവാസനയുണ്ട്. സ്പ്രേ അടിക്കുന്നതല്ല, നമ്മൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ എവിടെ പോയാലും ആ സൗരഭ്യവാസനയാണ് ലോകം അറിയേണ്ടത്. അത് നമ്മൾ പരാജയപ്പെടരുത്. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയെ ലോകത്തിന്, അന്ധകാരത്തിൽ കിടക്കുന്ന, ഇരുട്ടിൽ കിടക്കുന്ന ലോകത്തിന് നാം വെളിച്ചം. അതാ കർത്താവ് നമ്മളോട് പറഞ്ഞ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ വെളിച്ചമാണോ? ഇരുളിനോട് കൂടിയാണ് നമ്മൾ നടക്കുന്നത്. ഇരുളിനെ വിട്ടു വന്നവരാണ് നമ്മൾ. ഇരുളിൻ്റെ പ്രവർത്തികളെ ആമേൻ ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞ് ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി. നമ്മൾ ക്രിസ്തുവിൽ ഫ്രീ ആയി. എന്നിട്ട് വചനം വീണ്ടും പറയാം, പിന്നെയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. കൊടുക്കാൻ ഒരുത്തം വന്ന് നിൽക്കുകയാണ്. മോഹങ്ങളിലൂടെ ലോകത്തെ കാണിച്ച് ആമേൻ ഭീഷണിപ്പെടുത്തി, ഭയമുള്ളിൽ ജനിപ്പിച്ച്, സ്വസ്ഥത നഷ്ടപ്പെടുത്തി, സമാധാനം നഷ്ടപ്പെടുത്തി, ആമേൻ വചനത്തിൻ്റെ ശരിയായ മൂല്യങ്ങളെ തിരിച്ചറിയാതെ മൂടുപടമിട്ട് ആമേൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ജനത്തെ ഈ ലോകത്ത്. അതിൻ്റെ മധ്യത്തിൽ ഞാൻ പറയട്ടെ, ഒരാളെങ്കിലും എഴുന്നേക്കാൻ, ഒരു കുടുംബമെങ്കിലും കർത്താവിനായിട്ടൊന്ന് നിൽക്കാൻ, കർത്താവിനെ യഥാർത്ഥമായി ആമേൻ ഞാൻ സ്നേഹിക്കുന്നേന്ന് പാട്ട് പാടിയാൽ ഒക്കത്തില്ല. ആ പാട്ടിനകത്തോടെ യേശുവിനോടുള്ള ദിവ്യമായ സ്നേഹം വെളിപ്പെട്ട് വരണം. അത് വാക്കിലല്ല, വാക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് പ്രവൃത്തിയിലൂടെ ലോകം കാണണം. പ്രസംഗികൾ നല്ലതാണ്, സ്തോത്രം. ഇന്നലെ ഞാൻ കേട്ട ദൈവശബ്ദം നിങ്ങളോട് വീണ്ടും പറയാണ്, പ്രസംഗകർ എത്ര കൂടിക്കോട്ടെ, പക്ഷെ ജീവിച്ച് കാണിക്കാൻ ഒക്കാത്ത ഒരാളും എത്ര പ്രസംഗിച്ചിട്ടും അവനെയും സൂക്ഷിക്കണം. ആമേൻ. അവൻ ശുശ്രൂഷിക്കുന്ന മുന്നിലിരിക്കുന്നവരെയും വളർത്തണം ക്രിസ്തുവിൽ. അല്ലേ? പ്രഹസനമാ, ഫേക്കാ. ഒരു കാര്യം, ഇന്ന് പ്രഭാതത്തിൽ, ഇത് ഓൺലൈനിലൊന്നും പോകുന്നില്ല, ഞാൻ ഒരാളിനോട് ഹൃദ്യമായ എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്താണ്. അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ വർഷങ്ങൾ ഇങ്ങനെ
ആത്മീയ സമ്മേളനങ്ങളിലൊക്കെ ഒത്തിരി ഭാഗമാക്കാവുന്ന ഒരാൾ, കാനഡയിലും വന്നൊരു ദൈവമനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം കമ്പാരിസന് വേണ്ടിയോ കോമ്പറ്റീഷന് വേണ്ടിയോ ചോദിച്ചതല്ല, എനിക്കറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ചോദിച്ചു, അമേരിക്കയിലുള്ള ദൈവജനവും കാനഡയിലുള്ള ജനത്തെയും നിങ്ങൾ കണ്ടിട്ട്, സഹോദരൻ കണ്ടിട്ട് ഒന്ന് വിലയിരുത്തി പറയാമോ, ആത്മീയ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരണം ആളുകളുടെ? ഞാൻ നിങ്ങളോട് സത്യസന്ധമായി പറയട്ടെ, ആരുടെയും കുറ്റമല്ല പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, സത്യസന്ധമായി ഞാൻ പറഞ്ഞാൽ കാനഡയിലുള്ള ദൈവജനമായിരിക്കുന്ന അവർ ദൈവത്തിൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്നവരവർ. ഹല്ലേലൂയ, സ്തോത്രം. കരമേറിയ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമ്മുടെ മഹിമ പറയുകയല്ല, ഞാനൊരു കാര്യം പറയാം. ദൈവജനമാണെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കുന്നവരാകണം, ദൈവത്തിൻ്റെ ശബ്ദത്തെ ഏറ്റെടുക്കുന്നവരാകണം. നമ്മൾ ഫേക്കല്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതം പച്ചയായി ഹല്ലേലൂയ ഈ ലോകത്ത് നിലനിൽക്കുമ്പോൾ നമ്മൾ എത്ര സ്തോത്രം ആവരണങ്ങളും മുഖംമൂടികളും എടുത്തണിഞ്ഞാലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അവൻ്റെ മുന്നിൽ സകലതും നഗ്നതും മലർന്നുമായി കിടക്കുന്നു. അവൻ അറിയാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലല്ല. നമ്മൾ ഒരു പച്ച മനുഷ്യനായി, നമുക്ക് ദുർബലതയുണ്ട്, ബലഹീനതയുണ്ട്, കുറവുകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് നമുക്ക്. നമ്മളങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ മതി, കർത്താവ് എനിക്ക് ഇന്ന കുറവുണ്ട്, എനിക്ക് ഇന്ന ബലം. അത് ഏറ്റു പറയാതെ നമ്മളെ വെള്ള പൂശി നടത്താൽ, കർത്താവ് പറഞ്ഞു വെള്ള തേച്ച ശവക്കല്ലറകളെ എന്ന് വിളിച്ച വിളി നമ്മളെ വിളിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ അടുത്തതിനോട് പറഞ്ഞു ആത്മീയ ശുശ്രൂഷകളിൽ പ്രതികരിക്കുന്ന ജനമാണ് കാനഡയിലെ ജനം. കരമേറുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഏതൊരു ശുശ്രൂഷയോടും അവർക്കൊരു ജെനുവിനിറ്റി ഉണ്ട്. എത്ര ഞാൻ കേട്ടപ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് തണുത്തു. ഹല്ലേലൂയ, നമ്മുടെ സഭ അങ്ങനാണോ? ആത്മീയ ശുശ്രൂഷകളോട് പ്രതികരിക്കുന്നതാണോ? എന്നാൽ ലോകത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഉള്ള പ്രതികരണം നമ്മൾ ശ്രദ്ധിക്കണം. കളിക്കളത്തിലെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾ ടി വിയൊക്കെ കാണുമ്പോൾ ഫുട്ബോള് ക്രിക്കറ്റൊക്കെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ചാടി ഒരു റൺ അടിക്കുമ്പോൾ, ഒരു സിക്സ് അടിക്കുമ്പോൾ, ഒരു ഗോൾ അടിക്കുമ്പോൾ കാണിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ സ്പിരിറ്റ് ഹല്ലേലൂയ അത് ലോകത്തിൻ്റെതാണെങ്കിൽ ഈ വചനം പറയുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്, അത് ഹോളി സ്പിരിറ്റ് ആണ്. ദൈവത്തിൻ്റെ വചനം പ്രഘോഷണം ചെയ്യുന്നിടത്ത്, ആരാധന നടക്കുന്നിടത്ത് ദൈവജനത്തിൻ്റെ പ്രതികരണം സിൻസിയറായി എങ്ങനെയാണ് ലോകത്ത് നമുക്ക് അത് തന്നെ തിരിച്ചറിയാം. ലോകത്തിൻ്റെ കാര്യങ്ങളോടുള്ള ദൈവജനത്തിൻ്റെ പ്രതികരണവും സത്യസന്ധമായി ദൈവത്തിൻ്റെ വചനത്തോടും ആരാധനയോടും പ്രാർത്ഥനയോടുമുള്ള നമ്മുടെ പ്രതികരണം. ആരെയാ നമ്മൾ കളിപ്പിക്കുന്നത്? നോ, നമുക്ക് കളിപ്പിക്കാൻ, ലോകത്തെ കളിപ്പിക്കാം, എല്ലാവരെയും കളിപ്പിക്കാം. പക്ഷേ നിങ്ങളോട് പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിനോടൊരു സിൻസിയർ ജെനുവിൻ ഹാർട്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ സഭയായിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ, എനിക്ക് ദൈവശബ്ദം കേൾക്കുമ്പോഴെല്ലാം ഞാൻ ഹൃദയത്തിൽ അത് സ്വീകരിച്ചിട്ട്, കർത്താവേ അങ്ങയുടെ ജനം എൻ്റെ മുന്നിലിരിപ്പുണ്ട്, അവർക്കിത് പകർന്നു കൊടുക്കണം. ആവേശമായത് ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നേ. ഞാൻ കേട്ടത്, ഞാൻ പഠിച്ചത് അത് ദൈവത്തിൻ്റെ വചനത്തിന് അനുസരണമാണെങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധരായ ജനത്തിനത് പകർന്നു കൊടുക്കാൻ എനിക്ക് ആവേശമില്ലെങ്കിൽ ഞാനൊരു നല്ല ഇടയനല്ല. സ്തോത്രം. ദൈവജനത്തിൻ്റെ ആത്മീയ ശിക്ഷണവും ആത്മീയ വളർച്ചയും ആത്മീയമായ അവരുടെ യഥാസ്ഥാനപ്പെടലുമാണ് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അവൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ പോക്കറ്റ് കണ്ടല്ല, അവരുടെ സ്തുതി പാടലുകളിൽ ഹല്ലേലൂയ മയങ്ങുന്ന ആളല്ല ശുശ്രൂഷകൻ ദൈവജനത്തിനു വേണ്ടി നിന്നുകൊള്ളണം. ആത്മാവിൻ്റെ ശബ്ദത്തിന് ചെവിയോർത്ത് ആത്മാവിൽ നിറഞ്ഞ് ദൈവജനത്തെ ക്രിസ്തുവിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന മഹാശുശ്രൂഷ. ആ ഉത്തരവാദിത്വം ഭയത്തോടെ, ഭക്തിയോടെ, ആത്മനിറവോടെ, തികഞ്ഞ ദൈവാശ്രയബോധത്തോടെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ചെയ്യുവാൻ ഏവൻ തയ്യാറാകുന്നോ അവനെയും അവൻ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെയും വചനപ്രകാരം കർത്താവ് അനുഗ്രഹിച്ചിരിക്കും. നിങ്ങൾക്ക് ഭൗതിക നേട്ടം ഒന്നും ഇപ്പം കാണാൻ ചിലപ്പം പറ്റത്തില്ലായിരിക്കും. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളും ഞാനും ആത്മീയരായാൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ ലോകത്തിൽ നിനക്കും എനിക്കും നിന്റെ തലമുറയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹെറിറ്റേജ്, പൈതൃകം എന്ന് പറയുന്നത് നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും നിന്റെ ജീവിതത്തിന്റെ ആത്മീയ സ്വഭാവവുമാണെന്ന് മറന്നു പോകരുത്. ബാക്കി എന്ത് നിന്റെ കുഞ്ഞിനെ പഠിപ്പിച്ചാലും അത് ലോകത്തിലേക്ക് കുഞ്ഞ് കറന്നു പോകും. എന്നാൽ കരച്ചിലും നിലവിളിയോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ നീ ഒരു മാതൃകയായി, ഒരു റോൾ മോഡലായി നിൽക്കുന്നെങ്കിൽ കുഞ്ഞുങ്ങളെങ്ങും പോകത്തില്ല.
കരയുന്ന മാതാപിതാക്കളുടെ ആമേൻ സ്തോത്രം ചെയ്ത മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരാളിനെ പോലും, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാം, ഹൃദ്യമായി പറയാം, ഒരാളിനെ പോലും അപ്പോയിൻറ്റഡ് അല്ലാത്ത ആളിനെ ഈ കസേര കൊണ്ടിരുത്തിയിട്ടില്ല ദൈവം. വെറുതെ കയറി വന്ന ഒരാളും ഈ സഭയിൽ ഞാൻ വിശ്വസിക്കത്തില്ല. അത് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഈ ആരെങ്കിലും ഇറങ്ങിപ്പോകുന്നെങ്കിൽ ദൈവം അറിഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത്. ദൈവം നിയമിച്ചാക്കിയ ശുശ്രൂഷകരും ദൈവത്തിന് പ്രീതിയുള്ളവരും ദൈവം വളർത്താൻ ആഗ്രഹിക്കുന്നവരും ആമേൻ ദൈവത്തിന് ഇഷ്ടമുള്ളവരും ആമേൻ ഹല്ലേലൂയ ചിലപ്പോൾ ഇവിടെ ഇരുന്നിരിക്കും. എല്ലാ സഭയും കർത്താവിൻ്റെതാണ്. എല്ലാവർക്കും ചേർന്നതാകില്ല എല്ലാ സഭ. ചിലപ്പോൾ ശുശ്രൂഷകന്റെ ദർശനത്തിനനുസരിച്ച് നിൽക്കുന്നത് ആമേൻ ദൈവസഭയുടെ കെട്ടുറപ്പ്, ദൈവസഭയുടെ അച്ചടക്കം, ദൈവസഭയുടെ ഐക്യത, ദൈവസഭയുടെ പ്രാർത്ഥന, ദൈവസഭയുടെ ആത്മീയ മൂല്യം, അതിനെ വില കൽപ്പിച്ച് അതിനെ വില കൊടുത്ത് നിൽക്കുന്ന കുറച്ച് പേരാണ് ദൈവസഭയുടെ സമ്പത്ത്. അവരാണ് ദൈവസഭയെ മുന്നോട്ട് ലോകത്തിൻ്റെ വെളിച്ചമായി നയിക്കുന്നത്. പ്രഹസനങ്ങൾ കാണിച്ചാൽ നമുക്ക് എത്ര നാൾ നിൽക്കാൻ പറ്റും ലോകത്ത്? കർത്താവിൻ്റെ സുന്നിൽ ഒരു പ്രഹസനങ്ങളും നടക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹൃദ്യമായി ആവശ്യപ്പെടുകയാണ്, അല്പസമയം ഭവനത്തിൽ നിന്ന് കരയാൻ, അല്പസമയം പണ്ടത്തെ ഒരു ആത്മീയ അവസ്ഥയിലേക്ക് കർത്താവെ, ഞങ്ങളുടെ അപ്പച്ചമാരും അമ്മച്ചിമാരും കഷ്ടപ്പെട്ട ഒന്നുമില്ലായ്മയിൽ ഈ സമയം ദൈവത്തിൻ്റെ സഭയെ കൊണ്ടുപോയതുപോലൊരു നല്ല കാലം ഞങ്ങളൊക്കെ ഒത്തിരി മാറിപ്പോയി കർത്താവെ. ഞങ്ങൾക്ക് സുഖം വന്നു, ഞങ്ങൾക്ക് തട്ടിട്ട വീടുകൾ വന്നു, ഞങ്ങളുടെ കീശകൾ നിറഞ്ഞു, ഞങ്ങൾക്ക് നല്ല ഡ്രസ്സുകൾ കിട്ടി, മനോഹരമായ ദേവാലയങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് ആമേൻ പ്രാർത്ഥിച്ച കണ്ണുനീരൊഴുക്കിയ ആമേൻ മാതാപിതാക്കളുടെ പൈതൃകം പേറാൻ ഞങ്ങൾ യോഗ്യരാണോ എന്നൊന്ന് ചിന്തിച്ചിവിടെ ഇരുന്നാൽ മതി. ഒത്തിരി പേരെ കൊണ്ട് നിത്യതയിൽ പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കർത്താവിനെ അനുസരിച്ച് ഒരു ഇൻറ്റൻഷനും ലോകത്തില്ലാതെ ആമേൻ ഒറ്റ ലക്ഷ്യം ആമേൻ മാർച്ച് ഓൺ ടു എറ്റേണിറ്റി. ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? എനിക്ക് നിത്യതയിലേക്ക് പോകണം. ഈ ലോകത്തിൻ്റെ സകലതും ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് കാണുന്ന സകലതും മായ കാഴ്ചകളാ. ഈ മായ കാഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആമേൻ പിശാച് മോഹിപ്പിച്ച് കൊണ്ടുവന്ന വിശുദ്ധരെ തെറ്റിക്കാൻ, വിശുദ്ധരുടെ വിശുദ്ധ ജീവിതത്തെ തകർക്കാൻ, കുടുംബങ്ങളെ തകർക്കാൻ, തലമുറകളെ തകർക്കാൻ. ഇത് ബൈബിൾ ക്ലാസ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഹൃദയത്തിൻ ഭാരത്തോടെ വേദനയോടെ ഞാൻ പറയുക, ആമേൻ ആത്മീയ കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുത്തില്ലെങ്കിൽ ഈ സഭയല്ല, നിലനിൽക്കാൻ കഴിയത്തില്ല. ആൾക്കൂട്ടമായിട്ട് നമുക്ക് പോകാം, കുറച്ച് കഴിയുമ്പോൾ ആമേൻ പ്രശ്നങ്ങൾ ഉണ്ടാകും. പിശാച് ഇതിനകത്ത് കയറി ഇതിനെ മുച്ചൂട് നശിപ്പിക്കും, കളകൾ വിതയ്ക്കപ്പെടും ആവശ്യമില്ലാത്തത്. സ്തോത്രം. ഫിലോമോന്റെ വീട്ടിലൊരു സഭയുണ്ടായിരുന്നു, ചെറിയ സഭയാ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കേട്ടില്ലേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവിടെ സന്തോഷമുണ്ടായിരുന്നു, ഐക്യതയുണ്ടായിരുന്നു. എന്നോട് ഒരു സഹോദരി 3-4 മാസത്തിന് മുമ്പ് എന്നോട് 3-4 മാസം 1 വർഷമായിട്ട് പറഞ്ഞ നമ്മുടെ സഭയിലെ സീനിയറായ ഒരു സഹോദരി, അങ്കിളെ ആമേ നമ്മളൊരു 19 പേര് നിന്നപ്പോൾ ഐക്യതയും ആ സ്നേഹം ഉണ്ടല്ലോ, അതിപ്പോൾ ഇല്ലല്ലോ. ആള് കൂടിയപ്പം പരസ്പരം അറിയുന്നില്ലല്ലോ, ആള് കൂടിയപ്പോൾ ആളുകളെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. പണ്ടൊരു കാര്യത്തിന് ഒരൊറ്റ കോള് വിളിച്ചാൽ വീടുകളിലെത്തി മുഴങ്കാൽ മടക്കി കരയുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ ഇത്രയും ആളുകളെ ദൈവം കൊണ്ടുവന്ന് തന്നെങ്കിൽ ആത്മീയ മൂല്യം നഷ്ടപ്പെടുത്താനല്ല, 10 പേരെ ഉള്ളെങ്കിലും കർത്താവിന് വേണ്ടി നിൽക്കുന്ന, എരിയുന്ന, ജ്വലിക്കുന്ന, അഭിഷേകത്തെ വഹിക്കുന്ന ഒരു തലമുറയാ ദൈവം നോക്കുന്നത്. എത്ര പേരുടെ പാസ്റ്റർ എന്നല്ല ദൈവം നിന്നെ വിളിക്കുന്നത്. ആ ഉത്തമ ബോധ്യം എൻ്റെ ഹൃദയത്തിൽ ആമേൻ കനല് പോലെ എരിഞ്ഞില്ലെങ്കിൽ ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ വചനപ്രകാരം ഐ എം നോട്ട് ആമേൻ സ്തോത്രം, ഞാൻ യോഗ്യനേ അല്ല. ഞാൻ പച്ചയായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ, രോഗം ഞാൻ വിശ്വസിക്കുന്നില്ല, കർത്താവ് ആമേൻ ഒരു ഫാക്റ്റ് ആമേൻ ഹല്ലേലൂയ ആമേൻ. ചിലപ്പം MRIക്ക് പോകേണ്ടി വരും, ചില വിഷയത്തിന് വേണ്ടി നമ്മൾ അണ്ടർഗോ ചെയ്യേണ്ടി വരും, ഗോ ത്രൂ ചെയ്യേണ്ടി വരും. പക്ഷെ ട്രൂത്ത് റാഫാ യഹോവ,
ദൈവം എന്നെ ഈ രാജ്യത്തും ഈ സഭയിലും എന്നുവരെ ഏതു ദിവസം വരെ നിർത്തണമെന്നും വചനം പറയണമെന്നും അവൻ്റെ പുസ്തകത്തിനകത്ത് അവൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെതിരെ ഏത് പിശാച് വാദിച്ചാലും, ഏത് രോഗശക്തി വന്ന് എനിക്ക് നേരെ, എൻ്റെ കുടുംബത്തിന് വരെ യുദ്ധം ചെയ്യാൻ വന്നാലും ദൈവത്തിൻ്റെ അത്യന്ത പദ്ധതിയെ നടക്കൂ. അൺലെസ് ഞാൻ കരയുന്നിടത്തോളം കാലം, എൻ്റെ ആത്മീയത നഷ്ടപ്പെടുത്തിടത്തോളം കാലം, ദൈവസഭയോടുള്ള വിശ്വസ്തതയും കൂറും ആമേൻ പ്രാർത്ഥനയും എന്നിൽ നിന്ന് മാറാത്തിടത്തോളം കാലം കർത്താവ് എന്നെ നിർത്തേണ്ട സമയത്ത് സഭയിലും വിദേശത്തും ലോകത്തും എന്നെ നിലനിർത്തും. അതാ ട്രൂത്ത്, ഫാക്റ്റ് കാണും. ഹല്ലേലൂയ. അതിനെക്കുറിച്ചല്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇമോഷണലായി. എന്നോടൊരു സഹോദരൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, പാസ്റ്റർ അങ്കിൾ ഒത്തിരി ഇമോഷണലായി, ഇത്ര ഇമോഷണലാകരുത്. യെസ്, ഐ ആം എൻ ഇമോഷണൽ പേഴ്സൺ. ഹല്ലേലൂയ. ഐ ആം സെൻസിറ്റീവ് ടു ഹോളി സ്പിരിറ്റ്. ഐ ആം സെൻസിറ്റീവ് ടു ആമേൻ ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ ദൈവജനത്തോട് ഞാൻ സെൻസിറ്റീവ് ആണ്. ആ സഹോദരന്റെ വിഷമം കൊണ്ടാ ഞാനൊരു പറഞ്ഞൊരു വാക്യമുണ്ട് അതിനവസാനത്തെ, എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചോ എൻ്റെ ഭാവിയെക്കുറിച്ചോ എൻ്റെ കുടുംബത്തെക്കുറിച്ചോ ഉള്ള ആമേൻ ചില കൺസേണുകൾക്കപ്പുറത്തേക്ക് ഞാൻ ശുശ്രൂഷിക്കുന്ന, എന്നെ ആക്കി വെച്ച്, എന്നെ നിയമിച്ച് ആമേൻ ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി ആക്കി വെച്ച ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ആത്മീയ വിഷയത്തെക്കുറിച്ച്, അവരുടെ ആത്മീയ ദർശനത്തെക്കുറിച്ച് എനിക്ക് നല്ല കൺസേൺ ഉണ്ട്. അതിലെ ഞാൻ കരഞ്ഞേ സഭയെക്കുറിച്ചാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കഴിഞ്ഞ ദിവസം ആമേൻ ഫസ്റ്റ് പീറ്റർ ഇൻറ്റൻഷനാലിറ്റി, എന്തുദ്ദേശത്തിലാണ് നാം ശുശ്രൂഷ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ശുശ്രൂഷകരോടെല്ലാം ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്ത് ഇൻറ്റൻഷനിലാണ് ഇവിടെ പിയാനോ വായിക്കാൻ നിൽക്കുന്നത്? ആമേൻ എന്ത് ഇൻറ്റൻഷനിലാണ് മോനെ ഗിറ്റാർ വായിക്കാൻ നിൽക്കുന്നത്? എന്ത് ഇൻറ്റൻഷനിലാണ് ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത്? ആമേൻ എന്ത് ഇൻറ്റൻഷനിലാണ്, എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ ആലയത്തെ കാലി ചവിട്ടിയത്? ആമേൻ ബെൻസൺ അല്ലേ ഇന്ന് ശുശ്രൂഷിക്കുന്ന ഇംഗ്ലീഷിൽ? ബെൻസൺ ഇവിടെ നിൽക്കുമ്പോൾ ദൈവം തന്നൊരു മഹാപദവിയായത്. ദൈവം തന്ന ഒരു ആർക്കും ആമേൻ ചിലർക്ക് എല്ലാവർക്കും കിട്ടാത്തൊരു പദവിയാമുന ഇത്. ഹല്ലേലൂയ. അതിൻ്റെ സീരിയസ്നെസ്, അതിൻ്റെ വിശുദ്ധി, ആമേൻ വേർപാടിൻ്റെ ശുശ്രൂഷകർ ലോകത്തിൻ്റെ കാഴ്ചകളെ ജനത്തിന് വേണ്ടി കൊടുക്കാനല്ല ഇവിടെ നിൽക്കുന്നത്. പറയേണ്ടത് കൃത്യമായി പറയണം. മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി നിൽക്കരുത്. മനുഷ്യനും കാണത്തില്ല, ദൈവവും കാണത്തില്ല. അവസാനം നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്ന്. ആമേൻ ഹല്ലേലൂയ. കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാമായി. ലോകം മുഴുവൻ മാറിയാലും യേശു നിന്റെ ജീവിതത്തിൽ, നിന്റെ ഹൃദയത്തിനകത്ത് ആത്മാവ് ആമേൻ നിന്റെ ശരീരാത്മ ദേഹികളിൽ പരിവർത്തിക്കുന്നെങ്കിൽ ആമേൻ നിന്നെ തകർക്കാൻ, നിനക്കെതിരെ നിൽക്കാൻ ഒരു മനുഷ്യനും ഈ ലോകത്ത് നിന്റെ മുന്നിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് യോശുവയോട് ദൈവം ഒരു കൽപ്പന പറഞ്ഞു. നിൽക്കത്തില്ല. നോ, നെവർ. ഒരു മനുഷ്യനും കണ്ടിൽ അൺലെസ്, ഞാൻ പറയട്ടെ, ഈ പരിശുദ്ധ വചനത്തിന് വേണ്ടി നീ നിൽക്കുന്നിടത്തോളം കാലം, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നിടത്തോളം കാലം, വേർപാടിനോട് നിൽക്കുന്നിടത്തോളം കാലം, ഞാൻ പേടിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ബൈബിൾ ക്ലാസ് എനിക്കറിയാം, കുറച്ച് സമയം കൂടെ ഇനിയുള്ളൂ. നിങ്ങൾ ഇത്രയും പേര് ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ സഭയിൽ ഒത്തിരി പേര് ദർശനം കാണുന്നവരുണ്ട്, വെളിപ്പാട് കാണുന്നവരുണ്ട്. എന്നെ ഒരു പേഴ്സണലി വിളിച്ച് പറയണ്ട, അങ്ങളെ ഇന്ന ദർശനം കണ്ട്. ഞാൻ പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കണം വിഷയത്തിന് വേണ്ടി. സഭയെ ഒരു വെളിപ്പാടോ ദർശനമോ കാണിക്കുന്നത്, അത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കർത്താവിനെ സ്തുതിക്കും. കർത്താവേ, കൃപാവര പ്രാപ്തരുള്ളൊരു സഭയാണല്ലോ ഇത്. ദർശനം കാണുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ. സഭയ്ക്കൊരു കോട്ടം വന്നാൽ അതിനെ ആമേൻ അത് കൺസേണായി ബഹുമാനത്തോടെ സ്നേഹത്തോടെ പറയുന്ന കുഞ്ഞുങ്ങളുള്ള സഭയാണല്ലോ ഇത്. ആമേൻ അതാണല്ലോ സഭ. ആമേൻ ഹല്ലേലൂയ. ദർശനങ്ങൾ, വെളിപ്പാടുകൾ, കൃപാവരങ്ങൾ, ആത്മഫലങ്ങൾ വെളിപ്പെടുന്നതാണല്ലോ നിന്റെ ശരീരമാകുന്ന സഭ. ഞാനൊരു ഭാഗ്യവാനാണെന്ന് ഞാൻ പറയും. ഇതൊക്കെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു വാക്കിനെ ഞാൻ പേടിച്ചു. ഞാൻ നിങ്ങളോട് പറയാ അല്പം ആലസ്യത്തിലായി ഈ കഴിഞ്ഞ മാസങ്ങളിൽ ദൈവസഭ. തീഷ്ണത കുറഞ്ഞു ദൈവജനത്തിൻ്റെ. ഹല്ലേലൂയ. പ്രാർത്ഥനാ സ്വഭാവം കുറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ കുഞ്ഞിനെ വിളിച്ചു മാറ്റി ഒരു സൈഡിലിരുത്തിയിട്ട് പറഞ്ഞു, അങ്കിളെ, കർത്താവിനെ ഒരു ദർശനം കാണിച്ചു. ഇനി ഒരു ബസ്സിയോ ഇനി ഒരു ജൂലി ചേച്ചിയോ ആമേൻ ദൈവസഭയിൽ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിച്ചോണം. എന്താ അങ്ങനെ 2 പേര് പറഞ്ഞത്? ഞാൻ ഭയപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം.
ആ രണ്ട് വിഷയത്തിന് വേണ്ടി കരഞ്ഞവരും നിലവിളിച്ചവരും രാപകലില്ലാതെ കണ്ണിന്ന് കുടുകുട ആമേൻ കണ്ണുനീര് രക്തമാക്കിയ ആളുകൾ അതിനകത്തിരിക്കുന്നേ. തന്നോ വിടുതൽ ദൈവം? ഇനി അതുപോലൊരു ഇൻസിഡന്റ് ഈ സഭയ്ക്കകത്തുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കണേ അങ്ങളെ. കർത്താവിനെ കാണിച്ചൊരു ദർശനമാണ്. ഇവിടെ ഇരിപ്പുണ്ട്, കുഞ്ഞതിനകത്ത് ഇരിപ്പുണ്ട്. സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പറയാ, വന്ന് ഭവിക്കുന്നതിന് മുമ്പ് പ്രിവെന്റ് ചെയ്യണം. അതിനാ പ്രാർത്ഥന. എനിക്കിത് പറഞ്ഞേ പറ്റൂ സഭയോട്. ഞാൻ ഉത്തരവാദിത്തമുള്ളൊരു ശുശ്രൂഷകനായിരിക്കാൻ ആഗ്രഹിക്കുന്നേ. നിങ്ങൾ നാളെ എന്നോട് പറയാം, അങ്ങളെ നാളെ തുടങ്ങി ശുശ്രൂഷിക്കേണ്ടെന്ന് സഭയൊന്ന് എഴുന്നേറ്റ് പറഞ്ഞേ. ഞാൻ ഈ പുസ്തകം ഇവിടെ നിന്ന് മടക്കി ഈ പേപ്പറും പിടിച്ചിട്ട് ഞാൻ ഒരു വാക്ക് പോലും പറയാതെ നിങ്ങളോടൊരു നന്ദി പറഞ്ഞ് ഇറങ്ങിപ്പോകാനുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. റിയലി എൻ്റെ കർത്താവിനറിയാം. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ മതി, ഐ എം റെഡി ടുഡേ. പക്ഷേ കർത്താവിനോട് കണക്ക് പറയേണ്ടവനും കൂടെ ഞാൻ. ജനത്തിന് വേണ്ടെങ്കിൽ പിന്നെന്താ? എനിക്ക് ആത്മീയ വിഷയങ്ങളിൽ മാത്രമേ ഉള്ളൂ ശ്രദ്ധ. നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളെ കർത്താവ് തരും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുന്നതിൻ്റെ പുറകെ പോകാൻ ശുശ്രൂഷകനെ ദൈവം അനുവദിച്ചിട്ടില്ല. അവൻ്റെ ആലയത്തിൻ്റെ ഉള്ള എരിവ്, അവൻ്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കാൻ, പ്രാർത്ഥിക്കാൻ, തലമുറകൾക്ക് വേണ്ടി കഴിഞ്ഞ കാലത്തെ പ്രാർത്ഥനാ സ്വഭാവം ഞാൻ നിങ്ങളോട് പറയാം. ഇതൊരു വാണിംഗായി നിങ്ങൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ചെറിയ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ നടന്നു ഇല്ലേ? ഹോസ്പിറ്റലുകൾ കയറി ദൈവജനം പ്രാർത്ഥിച്ചു. ഓരോ വിഷയത്തിനും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ടെന്നുള്ളത് ഈ സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നിങ്ങൾ കണ്ടുകൊള്ളണം. ഇപ്പം മീറ്റിങ്ങുകൾക്ക് ഉദാസീനതയാ, ശ്രദ്ധ പോയി. ഇനി ഇതുപോലൊരു സംഭവം ദൈവത്തിനറിയാം. ഇവരെ ഒന്ന് ടച്ച് ചെയ്തെങ്കിലേ ഇവർ ഒരുമിച്ച് നിൽക്കൂ. ആമേൻ, ഹല്ലേലൂയ. ഇവർക്ക് വിടുതൽ കിട്ടിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ശ്രദ്ധ പോകും. ഇവർ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകും. സഭയെ ഇവർ അഗണ്യമാക്കും. അപ്പൊ ദൈവം പറയും, ഒന്ന് ടച്ച് ചെയ്തേക്കാം, തിരികെ കൊണ്ടുവരണമല്ലോ. കർത്താവിൻ്റെ ജനമായത്. പിശാചിനെ പിടിച്ചോണ്ട് പോകാൻ കർത്താവിന് ആഗ്രഹമേ ഇല്ല. സഭ ഐക്യതയോടെ, അച്ചടക്കത്തോടെ, വചനത്തോടെ നിൽക്കണമെന്ന് കർത്താവിന് ആഗ്രഹം. ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ഈ ലോകത്ത് ശേഷിപ്പിച്ച് നന്ന് പറഞ്ഞ ദൈവശബ്ദമുണ്ടല്ലോ. ഞാൻ വേദനയോടെ ഇവിടെ എന്ന് പറയുന്നേ. എനിക്കിത് പറഞ്ഞു പറ്റൂ. സഭ കർത്താവിൻ്റെ ശരീരമാണ്. വില കൊടുത്തവൻ അറിയാം. അവൻ എത്ര വിലയാവും കൊടുത്തത് നമ്മളെ നേടാൻ. നമ്മള് പെന്തക്കോസ്തുകാര് ഇതൊക്കെ കേട്ട് ആലസ്യത്തിൽ മയങ്ങി ലോകത്തിലിറങ്ങി ആവശ്യമില്ലാത്തതെല്ലാം സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് കലക്കി. വിശുദ്ധി സഭയുടെ നഷ്ടപ്പെടുത്തരുത്. ദൈവസഭയുടെ വചനപ്രകാരമുള്ള വേർപാട് ദൈവസഭയ്ക്ക് നഷ്ടപ്പെടരുത്. ഇറ്റ്സ് എ ഫൈനൽ വാർണിംഗ്. എല്ലാ സഭകളോടുമുള്ള ദൈവത്തിന്റെ വാണിംഗ് ആണ്. ആമേൻ. കർത്താവിന്റെ ശരീരമാണെങ്കിൽ അത് വിശുദ്ധമാണ്. അതിനകത്ത് മലിനതകൾ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നവർ ആമേൻ മുഴങ്കാൽ മടക്കണം. ആത്മീയർ കൂടണം ദൈവസഭയ്ക്കകത്ത്. ആത്മസ്വഭാവമുള്ളവർ ദൈവസഭയ്ക്കകത്ത് അനുദിനം വർദ്ധിച്ചു വരണം. എത്ര കാലമുണ്ട് നമുക്കൊക്കെ? കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ മാത്രമുള്ള ജീവിതമേ ഉള്ളൂ ഇവിടെ. അല്ലാതെ ഒരു ജീവിതത്തിനും ഒരു ഗ്യാരണ്ടി ഇവിടെ പറഞ്ഞിട്ടില്ല. അടുത്ത ആഴ്ച സഭാ ശുശ്രൂഷയിൽ ഞാനിവിടെ ശുശ്രൂഷിക്കുന്നെന്ന് എനിക്ക് ഉറപ്പുവരുന്നത്. പക്ഷെ കൃപയാൽ എനിക്ക് പറയാം, ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ തികയ്ക്കുന്നത് വരെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന്. അതേ എനിക്ക് പറയാൻ പറ്റൂ. മറ്റൊന്നും എനിക്ക് ഗ്യാരണ്ടി പറയാൻ ഒക്കത്തില്ല. സ്തോത്രം ചെയ്തോണം. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഏത് വിഷയത്തിനും സ്തോത്രം ചെയ്തോണം. ആമേൻ. പ്രതികൂലം വന്നാൽ അത് നമുക്കാ പ്രതികൂലമായിരിക്കുന്നത്. ആമേൻ. പ്രശ്നം വന്നാൽ നമുക്കത് പ്രശ്നമായിരിക്കുന്നത്. നമ്മളെ ഒരുക്കാൻ, നമ്മളെ മോൾഡ് ചെയ്യാൻ, നമ്മളെ ഉടച്ചു പണിയാൻ, വാർക്കാൻ നല്ലൊരു ആയുധമായി, മൂർച്ചയുള്ള ആയുധമായി പോർക്കളത്തിൽ നിന്ന് പോരാടാനാണ് നിന്നെ ദൈവം വിളിച്ചത്. ആമേൻ, ഹല്ലേലൂയ. പോരാട്ട വീര്യത്തോടെ നിൽക്കണം പിശാചിനെതിരെ. ചെറിയ കാര്യമല്ല. തകർത്ത് തരിപ്പണമാക്കി കളയും നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ. മനസ്സിലാക്കി കരഞ്ഞോണ്ട് ഞാൻ അമ്മമാരോടും ആമേൻ അങ്കിളുമാരോടും ആൻറ്റിമാരോടും കരയണം. ഈ സഭയ്ക്ക് വേണ്ടി കരയണം. ഇത്രയും ചെറുപ്പക്കാരെ തന്നത് 10 പേരായിക്കൊള്ളട്ടെ. ഇവരൊന്ന് കത്തിയാൽ, ഇവരൊന്ന് സുവിശേഷ ദാഹത്തോടൊന്ന് ഇറങ്ങിയാൽ, ആമേൻ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒന്ന് ഇറങ്ങിയാൽ ഈ സഭയുടെ ആമേൻ ഹല്ലേലൂയ. നമ്മൾ സഭയിൽ ഇത്ര പേരുണ്ടെന്നല്ല,
ഹല്ലേലൂയ. നമ്മുടെ ഇന്റൻഷൻ കർത്താവ് നോക്കുക. സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കാം. എന്തിനാ? കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. നമുക്ക് മീഡിയ എല്ലാം ഉപയോഗിക്കാം യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. പിയാനോ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് ഉപയോഗിക്കാം. 128 തരം ആമേൻ. എനിക്ക് കണക്ക് സംഗതി ഞാൻ കേട്ട ഒരു കാര്യമാണ്, ഇനി പരിശോധിക്കണം. അത് വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ദാവീദും ശലോമോനും ദൈവത്തെ ആരാധിക്കാനുള്ള സംവിധാനം ആലയത്തിനകത്ത് ഒരുക്കിയ 128ഓളം ആമേൻ സ്തോത്രം വാദ്യ ഉപകരണങ്ങൾ. മ്യൂസിഷ്യൻസിനെ നിരത്തി നിർത്തിയേക്കുക, അടുക്കോടും ചിട്ടയോടും. ആമേൻ. അവരേക സ്വരത്തിൽ ആമേൻ ഉച്ചത്തിൽ അത്യുച്ചത്തിൽ ദൈവത്തിന് ആർപ്പിട്ടപ്പോൾ ആലയത്തിന്റെ ഉള്ളിൽ ആമേൻ മുറത്ത് മേഘം വന്നു നിറഞ്ഞു. ഞാൻ കർശനമായി കണിശതയോടെ ഞാൻ പറഞ്ഞ, ഈ പുൾപ്പിറ്റേ കയറുന്നവർ പ്രാർത്ഥിക്കാതെ ഈ സ്റ്റെപ്പ് നിങ്ങൾ ആമേൻ എടുത്ത് കാല് വെക്കരുത്. ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ തലേ ദിവസം മിനിമം 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാതെ ആമേൻ പ്രഭാതത്തിൽ കണ്ണുനീർ, കർത്താവേ നിന്റെ വിശുദ്ധമായ ആമേൻ ആലയത്തിനകത്ത് നിന്റെ മനോഹരത്വം കാണാൻ, നിന്റെ മന്ദിരത്തിൽ ധ്യാനിക്കാൻ നിന്റെ ജനം കടന്നു വരുമ്പോൾ എന്നെ ഒരു ശുശ്രൂഷക പദവിയിലേക്ക് ആക്കിയെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച് ആ നിയോഗം ഏറ്റെടുത്ത് ഇവിടെ നിൽക്കുമ്പോൾ നിന്റെ ജനത്തിന് നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി എന്നെ ഉപയോഗിക്കണമേ എന്നൊരൊറ്റ പ്രാർത്ഥന. അങ്ങനെ കയറാൻ മാത്രമേ ധൈര്യം കാണിക്കാവൂ ഈ സ്റ്റെപ്പിങ്ങോട്ട്. കർക്കശത്വക്കാരകന കർത്താവ്. വെളിപ്പാട് പുസ്തകം നിങ്ങളൊന്ന് വായിച്ചേ. സഭയിലെ മൂപ്പന്മാരെ ശാസിക്കുക കർത്താവ്. ചിലർ പറയും പഴയ നിയമത്തിലായിരുന്നു ഇതൊക്കെ, പുതിയ നിയമത്തിനകത്താ. നിനക്കൊരു കുറവുണ്ട്, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. ഞാൻ സഭയോട് വിളിച്ചു പറയട്ടെ, പണ്ടത്തെ കാലം എന്തേ പ്രാർത്ഥന ഇല്ലാത്തത്? ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആള് കുറവാ, പ്രഭാത പ്രാർത്ഥനയ്ക്ക് ആള് കുറവാ, ആലസ്യത്തിലാ, ഉറക്കത്തിലാ, ഗൗരവം കാണുന്നില്ല ദൈവസഭയുടെ ആമേൻ. സഭയുടെ ആലയത്തിനകത്തെ ശുശ്രൂഷകളെ അലക്ഷ്യമാക്കരുത്, ഉപേക്ഷയായി വിചാരിക്കരുത്. ഞാനല്ലാതെ ആര് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇത്? ഞാനല്ലാതെ ആര് പറഞ്ഞു തരും നിങ്ങൾക്ക്? സ്തോത്രം. ആലയത്തിൽ ദൈവ സാന്നിധ്യമേ വെളിപ്പെടാവൂ. പിശാചിന്റെ പ്രവൃത്തിയല്ല ഇതിനകത്ത് വെളിപ്പെടേണ്ടത്. ആലയത്തിനകത്ത് അടുക്കും ചിട്ടയും ക്രമവും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്ന ലോകത്തിന്റെ സമ്പ്രദായങ്ങളല്ല, ദൈവത്തിന്റെ സഭയ്ക്കകത്ത് നടക്കേണ്ട ഈ പരിശുദ്ധ വചനം എന്ത് പറയുന്നു, ഇത് നമ്മളെ എന്ത് ഉപദേശിച്ചോ, ഇത് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ഹേമിച്ചോ, ഇതിന് പ്രകാരം ഇവിടെ ഈ സഭ കർത്താവിന്റെ ശരീരം നിലനിന്നാൽ ആ സഭയോടാണ് ദൈവത്തിന് പ്രതിപത്തി, ഈ സഭയോടാണ് ദൈവത്തിനൊരു അക്കൗണ്ടബിലിറ്റി ഉള്ളത്. ഈ സഭ, അങ്ങനെയുള്ള സഭയോടാണ് ദൈവത്തിന് പ്രീതിയും സ്നേഹവും കരുതലും അനുഗ്രഹവും ഒക്കെ ഇതിനകത്തേക്ക് കർത്താവ് വീഴ്ത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആഴമാർന്ന വേദനയിലാണ് ഞാനിത് പറയുന്നത്. ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ റെഡിയാ, രാവും പകലും. നിങ്ങൾ പറയണം, മകളെ പ്രാർത്ഥിക്കണം, നമുക്കൊന്ന് കൂടിയിരിക്കണം, സ്ഥലഭേദമില്ലാതെ. പണ്ടങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആള് കൂടുമ്പോഴുള്ള വിഷയം എന്തെന്നറിയാമോ? ആമേൻ. ആൾക്കൂട്ടം കൂടുമ്പോൾ അതിൽ പ്രൗഡാവും. ദൈവദാസനും പ്രൗഡാവും, ദൈവജനും പ്രൗഡാവും. ആത്മീയം പോയി. കർത്താവ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സഭ 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അത് ഒരുമിച്ച് ഐക്യതയോടെ വന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഞാനുണ്ട്. ദാറ്റ്സ് ചർച്ച്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ നടുവിൽ 2 or 3 മിനിമം അതേ കർത്താവ് പറയുന്നുള്ളൂ. 1000 2000 കർത്താവ് പറയുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ സഭയിൽ പറയുന്നു, അവൻ 120 പേര് കൂടിയിരുന്ന് അവർ ശ്രദ്ധയോടെ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവിടെ ആത്മാവ് ഇറങ്ങിയെങ്കിൽ ഒരു ദൈവമനുഷ്യൻ, പഠിപ്പില്ലാത്തവൻ, മീൻ മണക്കുന്നവൻ, വലയം കൊണ്ട് നടന്ന ഒരുത്തൻ എഴുന്നേറ്റ് അങ്ങോട്ട് നിന്നപ്പോൾ ഒരൊറ്റ പ്രസംഗത്തിൽ യേശു കർത്താവിനെ പ്രഘോഷിച്ചപ്പോൾ അവിടെ മേനി പറഞ്ഞില്ല. അവിടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ ആമേൻ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ആമേൻ വലിയ ആമേൻ ഒരു കാര്യങ്ങളും അവിടെ യേശു സത്യസന്ധമായി ദൈവത്തിൻ്റെ വചനത്തെ പറഞ്ഞപ്പോൾ ആത്മാവ് ഇറങ്ങി വന്നു. അത് പിന്നെ മൾട്ടിപ്പിൾ ആകാൻ തുടങ്ങി. 3000-ആയി 5000-ആയി ഇങ്ങനെ സഭ വളർന്നുകൊണ്ടിരുന്നു. 120 പേരിൽ നിന്ന് ഒരു ദൈവമനുഷ്യൻ എഴുന്നേറ്റപ്പോഴാണ് ഈ ലോകം മുഴുവൻ, ഭൂഖണ്ഡം മുഴുവൻ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വമായത്.
ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചാൽ, ഐക്യതയിൽ പ്രാർത്ഥിച്ചാൽ, ഒരു സ്തോത്രം ചെയ്ത് ഇവിടെ ഇരുന്നാൽ സഭയെ വളർത്തേണ്ടതുപോലെ കർത്താവ് വളർത്തും. നമ്മൾ വളർത്താൻ പോകണ്ട. ആരെ ഇതിനകത്ത് കൊണ്ടിരുത്തണമെന്ന് കർത്താവിനറിയാം, ആരെ ഇതിനകത്തൊന്ന് വെളിയിലോട്ട് വിടണമെന്ന് കർത്താവിനറിയാം. ആമേൻ. യേശുവിൻ്റെ നാമമാണ് സഭയ്ക്കകത്ത് മഹത്വപ്പെടുന്നതെങ്കിൽ, സത്യവചനമാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടേണ്ടതെങ്കിൽ, വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും പ്രമാണമാണ് ഇതിനകത്ത് നടക്കേണ്ടതെങ്കിൽ, ആമേൻ, ആത്മീയ വിഷയത്തിനാണ് ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് ചിന്തിച്ച് ഇതിനകത്ത് വരാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ, അതാണ് കർത്താവിൻ്റെ സത്യസഭ. അവൻ്റെ ജീവനുള്ള സാന്നിധ്യം വെളിപ്പെടുന്ന, അവൻ്റെ ശരീരമാകുന്ന അവൻ്റെ സഭ. ആ സഭയാണ് നിറവോടെ, ആമേൻ, സകല അധികാരവും ആ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ആൾക്കൂട്ടത്തിൻ്റെ മേളിലല്ല ദൈവം അധികാരവും അവകാശവും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കരയാൻ, പ്രാർത്ഥിക്കാം, മുഴങ്കാൽ മടക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ തലമുറകൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി കരയുന്നൊരു സമൂഹം 10 പേരെ ഉള്ളെങ്കിലും, ആമേൻ, അത് കർത്താവ് മാനിക്കും. നമ്മളെ ആത്മീയമായി തീഷ്ണതപ്പെടണം. കാലം ഇനിയില്ല. നാൾ സമീപിക്കും തോറും, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ, ആമേൻ, ചിലതൊക്കെ ഉപേക്ഷയായി വിചാരിക്കാതെ, ആത്മീയ വിഷയങ്ങൾ വിചാരിക്കാതെ, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, ആമേൻ, ആ വാക്യം ഞാൻ പറയുന്നില്ല, എബ്രായ ലേഖനത്തെ നിങ്ങൾ പോയിരുന്ന് വായിക്കണം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. കാലം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിച്ച് അധികമായി ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നായി വചനം പറയുന്നത്. സ്തോത്രം ചെയ്ത് മാതൃകയുള്ളവരായി, ആമേൻ, ക്രിസ്തു സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. സത്യസന്ധമായ ഒരു ആരാധന എല്ലാം മനസ്സിൽ നിന്നുകൊണ്ട് കളഞ്ഞ് കരയേണ്ടവർക്ക് കരയാം. നിങ്ങളുടെ ആവലാദികളും ബുദ്ധിമുട്ടുകളൊക്കെ പറയാം. ആ സിംഹാസനത്തെ ഒന്ന് നോക്കിയേ. ഞാനൊരു വാക്ക് പറഞ്ഞ് നിർത്തുകയാണ്. ആരാധിക്കാൻ നിൽക്കുമ്പോൾ ഒരു ഹൃദയത്തിലൊരു ഭാവം ഉണ്ടാകണം. എന്താണെന്നറിയാമോ? കർത്താവേ, എനിക്കിഷ്ടപ്പെട്ട ഒരു വാക്ക് എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വരുന്ന വെച്ചാൽ, മിക്കവാറും ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൂടെ ഈ വാക്ക് പോകും. കർത്താവേ, നിൻ്റെ പരിശുദ്ധമായ സിംഹാസനത്തെ ഞാൻ ദർശനത്തിൽ കാണുമ്പോൾ എൻ്റെ കണ്ണിൽ കണ്ണുനീർ കൊണ്ട് എൻ്റെ കണ്ണിനെ നനയ്ക്കണമേ എന്ന്. ഹല്ലേലൂയ. എന്താ പരിശുദ്ധമായ അവിടുത്തെ സിംഹാസനത്തിൻ്റെ ദർശനം എൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ, ഞാനിവിടെ ആരാധിക്കുമ്പോൾ, കുഞ്ഞാടേ നീ യോഗ്യൻ, അറുക്കപ്പെട്ട കുഞ്ഞാടേ നീ മഹത്വവാൻ, ആമേൻ, നിന്നെ ആരാധിക്കാൻ എനിക്ക് ലോകത്തിൽ കിട്ടിയ ഭാഗ്യം എത്ര വലുതാ. നിന്റെ മഹത്വത്തെ ദർശിച്ച് ആരാധിക്കാൻ എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് മാറ്റിവെച്ച്, ആമേൻ, അസത്യ ആരാധന, വിശുദ്ധ ആരാധന വെളിപ്പെടാൻ കർത്താവ് കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.